Hello, Namaskaram. I'm Merin. Welcome to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാലിഗ്രഫി വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കോഫി പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കാലിഗ്രഫി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ കാലിഗ്രഫി വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്ത കുറച്ച് ഗാർഡൻ ഐഡിയാസ് ആയിരുന്നു. അപ്പോൾ കാലിഗ്രഫി തന്നെ അടുപ്പിച്ചടുപ്പിച്ചായപ്പം എല്ലാവർക്കും ബോർ ആവേണ്ടെന്ന് എഴുതിയിട്ടായിരുന്നു ചെയ്തത്. അപ്പം പിന്നെയും നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കോഫി പൗഡർ വെച്ചിട്ടാണ് നമ്മൾ കാലിഗ്രഫി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, വെള്ളം, കാർഡ്, ബ്രഷ് പെൻ, പെൻസിൽ. കാർഡ്സ് നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ കട്ടി ഉണ്ടായിരിക്കണം. GSM കൂടിയിട്ടുള്ള ഏത് പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഡ്രോയിങ് ഷീറ്റ്സ്, ചാർട്ട് പേപ്പർ, വാട്ടർ കളർ പേപ്പർ, ഐവറി ഷീറ്റ്സ്, അതുപോലെ എന്ത് ഷീറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ കട്ടിയുള്ള പേപ്പർ ആയിരിക്കണം. കാരണം നമ്മൾ കളർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ പേപ്പർ ആ കളർ മൊത്തം അബ്സോർബ് ചെയ്യും. അപ്പം നമുക്ക് ഉദ്ദേശിക്കുന്നൊരു പാറ്റേൺ കിട്ടത്തില്ല. അതിപ്പോൾ ആ പേപ്പറിൽ മൊത്തം സ്പ്രെഡായിപ്പോവും. അതുകൊണ്ടാണ് എപ്പോഴും കട്ടിയുള്ള പേപ്പർ കാലിഗ്രഫിയിൽ യൂസ് ചെയ്യാൻ പറയുന്നത്. ബ്രഷ് പെൻ നിങ്ങൾക്ക് ബ്രഷ് പെൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ വാട്ടർ കളർ ബ്രഷ് യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഒരു പെൻസിൽ. അപ്പോൾ നമുക്കിനി കാലിഗ്രഫി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. കോഫി പൗഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അധികം എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചെടുക്കുക, എന്നിട്ട് പെയിൻറ്റ് ചെയ്യുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എടുത്താൽ മതി. ആദ്യമേ കുറേ എടുത്തിട്ട് വെറുതെ കോഫി പൗഡർ വേസ്റ്റ് ആക്കി കളയരുത്. അതുപോലെ തന്നെ നമ്മൾ ഡ്രോ ചെയ്യുന്നതിന് കുറേ മുമ്പേ കോഫി പൗഡർ പുറത്തെടുത്ത് വെക്കരുത്. കാരണം അത് എയർ കോൺടാക്റ്റ് ആകുമ്പോഴത്തേക്ക് അത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവും. പിന്നെ നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 1/2 സ്പൂൺ കോഫി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ എത്ര എമൗണ്ട് കോഫി പൗഡറാണോ എടുത്തേക്കുന്നത് അത്ര എമൗണ്ട് വെള്ളം എടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. എല്ലാ പാർട്ടിക്കിൾസും നല്ലതുപോലെ ഡൈല്യൂട്ട് ആവുന്ന രീതിയിൽ ജസ്റ്റ് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നാലേ നമുക്ക് നല്ലതുപോലെ പെയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അധികം കട്ടിയും ആവാൻ പാടില്ല, അധികം ലൂസും ആവാൻ പാടില്ല. കാലിഗ്രഫി ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് വേവ് ലൈൻസ് ആണ്. അതായത് അപ്പ് സ്ട്രോക്സും ഡൗൺ സ്ട്രോക്സും. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് വാട്ടർ കളർ ബ്രഷ് പെൻസ് ആണ്. ഇതിൻ്റെ സൈസ് ലാർജ് ആണ്. അപ്പോൾ നമുക്ക് അപ്പ് സ്ട്രോക്സും ഡൗൺ സ്ട്രോക്സും ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. എവിടേക്കാണോ ബ്രഷ് മേളിലോട്ട് പോകുന്നത് അതാണ് അപ്പ് സ്ട്രോക്സ്. എവിടേക്കാണോ ബ്രഷ് മൂവ്മെൻറ്റ് താഴോട്ട് പോകുന്നത് അതാണ് ഡൗൺ സ്ട്രോക്സ്. ഞാൻ എല്ലാ കാലിഗ്രഫി വീഡിയോസിലും പറയുന്നതാണ്, ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പം കാണാത്തവരാണെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ എപ്പോൾ കാലിഗ്രഫി ചെയ്താലും ഏറ്റവും ആദ്യം ചെയ്യേണ്ടതാണ് ഈ വേവ് ലൈൻസ്. കാരണം മറ്റൊന്നുമല്ല, നമ്മളുടെ കൈയും പേപ്പറും ഇങ്കും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ടു ആവാൻ വേണ്ടിയിട്ട്, ഒന്ന് കൈയൊക്കെ ഒന്ന് വഴങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ഡയറക്റ്റ് എഴുതുന്നതിന് മുമ്പേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേയും കൂടെ എളുപ്പമായിരിക്കും. വേവ് ലൈൻസ് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് കോഡ്സ് അല്ലെങ്കിൽ വേർഡ്സ് എഴുതി തുടങ്ങാവുന്നതാണ്. നമ്മൾ നോർമൽ ഒരു വാട്ടർ കളർ വെച്ചിട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ കോഫി ഇങ്ക് വെച്ചിട്ടും കാലിഗ്രഫി ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഒരു കാർഡിൽ കാലിഗ്രഫി എഴുതുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ കോഫി ഇങ്ക് വെച്ചിട്ട് എഴുതാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കാലിഗ്രഫി എന്ന് പറയുന്നത് വളരെ സ്ലോ പ്രോസസ്സാണ്. ടൈം എടുത്തിട്ട് വേണം ഓരോ ലെറ്റേഴ്സും എഴുതാൻ. നല്ല ശ്രദ്ധയോടെ വേണം ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ട്.
അതുപോലെ തന്നെ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് എഴുതി വേണം താഴോട്ട് വരെ വരാൻ. താഴെ എഴുതിയിട്ട് പിന്നെ ഇടയ്ക്ക് മേളിൽ പോയിട്ട് പിന്നെ താഴെ വരിക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം കോഫി ഇങ്ക് സ്പ്രെഡ് ആവും. കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡായാൽ പിന്നെ നമ്മൾ ഇത്രയും ചെയ്യുന്ന എഫേർട്ട് എല്ലാം വെറുതെ ആവും. അതുകൊണ്ട് മേളിൽ നിന്ന് താഴെ വരെ ആ ഒരു ഓർഡറിൽ എഴുതി പോകണം. ഓരോ ലെറ്റർ എഴുതിയതിന് ശേഷം അത് ഡ്രൈ ആവുന്നതിന് മുമ്പേ എവിടെയാണോ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കേണ്ടത് അവിടെ ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ആ ഒരു പോർഷൻ ഡാർക്ക് ആയിട്ടിരിക്കും. ഒരു ലെറ്റർ എഴുതി അത് ലൈറ്റ് ആവുകയാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മേലേക്ക് ഒന്നുകൂടെ ഓവർ റൈറ്റ് ചെയ്യുക. ഓരോ ലെറ്റർ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് ഓവർ റൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഡാർക്ക് കളറിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് സ്പ്ലാറ്റേഴ്സ് ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രഷിൽ കുറച്ച് ഇങ്ക് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്ത കുറച്ച് കോഫി കാലിഗ്രഫി കാർഡ്സ് ആണ് ഇതെല്ലാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കോഫി കാലിഗ്രഫി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ കാർഡിൻ്റെ അകത്ത് വെള്ളം വീഴാൻ പാടില്ല. കാരണം വെള്ളം വീണ ഉടനെ തന്നെ അത് മൊത്തം സ്പ്രെഡ് ആവും. അപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഹാൻഡ് വെച്ചിട്ട് കാർഡ് തൊടാവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് കാർഡ്സ് നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കുക. വെയിലത്ത് വെച്ച് ഉണക്കിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മൊത്തം കോഫി ഇങ്ക് ആവും. പിന്നെ ഒരു മിസ്റ്റേക്ക് നോർമലി ചെയ്യുന്നതെന്ന് പറയുന്നത്, അഥവാ നിങ്ങൾ കോഫി ഇങ്ക് കൂടുതലായിട്ട് അധികമായിട്ട് എടുക്കുകയാണെങ്കിൽ ഡ്രൈ ആവാൻ കുറേ നേരം എടുക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ തൊടുമ്പോഴത്തേക്ക് കാർഡിൽ മൊത്തം കോഫി ആവും. അതുകൊണ്ട് ഉണങ്ങാത്ത കാർഡാണെങ്കിൽ ഏതെങ്കിലും പഴയ ഒരു നോട്ട്ബുക്കിൻ്റെ പേജസിന് നടുക്കായിട്ട് ഈ കാർഡ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ പേജസ് എക്സ്ട്രാ വന്നിട്ടുള്ള കോഫി എല്ലാം അബ്സോർബ് ചെയ്തെടുത്തോളും. അപ്പോൾ കണ്ടില്ലേ, വളരെ ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ ഒരു ചെലവും തന്നെ ഇല്ലാത്ത ഒരു കാലിഗ്രഫിയാണിത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കോഫി പൗഡർ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞ കാലിഗ്രഫി വീഡിയോസിൽ കാണിച്ചിരുന്നു എങ്ങനെയാണ് കോഫി പൗഡർ വെച്ചിട്ട് കാർഡ്സ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് ആ കാർഡ്സിൽ എഴുതുന്നതെന്നും കാണിച്ചിരുന്നു. അഥവാ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ കുറേ പേര് കമൻസിലൂടെ പറയുന്നുണ്ട് അവർക്ക് എൻ്റെ കാലിഗ്രഫി വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണെന്ന്, അവരെല്ലാം ട്രൈ ചെയ്ത് നോക്കാറുണ്ടെന്ന്. കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലും പിക്സൊക്കെ അയച്ചു തരാറുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ. കുറേ പേര് പറയുന്നുണ്ട് ഇനിയും കാലിഗ്രഫി വീഡിയോസ് ചെയ്യണമെന്ന്.
അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാലിഗ്രഫി വീഡിയോ ആണ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ അതിനെപ്പറ്റി ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പം ഉറപ്പായിട്ടും കോഫി കാലിഗ്രഫി ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെ നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതായിരിക്കും. ഇതുപോലത്തെ പുതിയ വെറൈറ്റി വീഡിയോസായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.